ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഒരു തിരിഞ്ഞു നടത്തം. യാത്ര കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് അവർ അറിയുന്നത് മകൻ കൂടെയില്ല എന്ന്. നഗരത്തിന്റെ തിരക്കിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ ചങ്ക് പിടഞ്ഞു. അവന്റെ അപ്പനും അമ്മയും നഗരത്തിലേക്ക് തിരിച്ച് യാത്രയായി. ഇപ്പോഴും എങ്ങും തിക്കും തിരക്കുമാണ്. എങ്ങനെ അവനെ കണ്ടെത്തും? അവൻ നടന്നും ഓടിയും പോയ വഴികളിലെല്ലാം അവർ അവനെ അന്വേഷിച്ചു. നഗരത്തിലും ദേവാലയ പരിസരങ്ങളിലും അന്വേഷിച്ചു. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവന്റെ അമ്മ പറഞ്ഞു, നമുക്ക് ദേവാലയ മന്ദിരത്തിൽ കൂടി ഒന്ന് നോക്കാം. മന്ദിരത്തിന്റെ ഉള്ളിൽ മകന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ തിടുക്കത്തിൽ നടന്നു. അവൻ ജ്ഞാനികളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതാണ് അവർ കണ്ടത്. ജ്ഞാനികൾക്കൊപ്പം അവൻ എന്തു കാര്യം? അപ്പൻ ഹൃദയത്തിൽ മന്ത്രിച്ചു. എന്നാൽ അവന്റെ ജ്ഞാനത്തിൽ ജ്ഞാനികൾ അത്ഭുതം കൂറുന്നു. അതിശയം നിറഞ്ഞ അവന്റെ വാക്കുകൾ അവരെല്ലാം അമ്പരപ്പോടെ കേൾക്കുന്നതും കണ്ടു. ജ്ഞാനികൾക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന മകനെ എന്തു വിളിക്കണം? ഗുരുവെന്നോ? അമ്മ ഹൃദയത്തിൽ ധ്യാനിച്ചു. എങ്കിലും അമ്മയുടെ നാവിൽ വന്നത്, മോനെ, എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു നടന്നു എന്നായിരുന്നു. ദേവാലയ മന്ദിരത്തിൽ തന്നെ ഇരിക്കണം എന്ന് അവന് ആഗ്രഹമുണ്ടായിട്ടും അവരുടെ സങ്കടം തീർക്കാനായി അവൻ അവരോടൊപ്പം മന്ദിരം വിട്ട് കൂടെ പോയി. ജ്ഞാനം മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്നതാണ്. അനുസരണം യാഗത്തേക്കാൾ വലുതും. ക്രിസ്തു തൻ്റെ കുരിശിലെ വേദനകളിലും അമ്മയോടുള്ള കരുതൽ മറക്കുന്നില്ല. ക്രിസ്തു പാലിക്കുന്ന 10 കൽപ്പനകളിൽ 5-ാമത്തേത് ആണിത്. 10 കൽപ്പനയും പരിച്ഛേദനയും പെസഹായും എല്ലാം ക്രിസ്തുവിനും വേണമായിരുന്നു. എങ്കിൽ നമ്മുടെ നോമ്പുകളിൽ ക്രിസ്തു ധ്യാനം ഉണ്ടാവട്ടെ.